ഹായ്, ഇന്ന് നമ്മളുള്ളത് കുട്ടികളെയും കൊണ്ട് കൊച്ചിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു ചിൽഡ്രൻസ് പാർക്കിലാണ്. സുഭാഷ് ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ ചെറിയ ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ. ഇതിനുള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് 10 ഇരട്ടി സന്തോഷം നൽകുന്ന കേട്ടോ നമ്മുടെ ഈ സുഭാഷ് പാർക്ക്. രാത്രി 8 മണി വരെയാണ് ഈ പാർക്കിൻ്റെ സമയം. അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ്. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് പ്രിയപ്പെട്ട ബാലരമ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മായാവി, ലുട്ടാപ്പി, അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. പണ്ട് ബാലരമയൊക്കെ വായിച്ച് അല്ലെ അതിലെ കഥാപാത്രങ്ങളെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു ഭംഗിയുണ്ട് കേട്ടോ. പാർക്കിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ട്രെയിനുണ്ട്. പിന്നെ ഇവിടുത്തെ റൈഡുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഊഞ്ഞാലെന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് വരെ പേടിക്കാതെ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ. വളരെ സേഫ് ആയിട്ടുള്ള ഊഞ്ഞാലൊക്കെയാണ് നിർമ്മിച്ചേക്കുന്നത്. കുഞ്ഞു മക്കൾ വീഴുമെന്ന പേടിയൊന്നും ഇല്ലാതെ മാതാപിതാക്കൾക്ക് വളരെ അവരെ കളിക്കാനൊക്കെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ട് പ്രത്യേകം റൈഡുകളൊക്കെ വേർതിരിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. സൂത്രനും ചെയ്തു നമ്മുടെ മായാവിക്കുട്ടൻ, രാജു, രാധ, അപ്പുറത്ത് വേറെ ആരണ്ടൊക്കെയാണ് കഴിക്കുന്നത്. നാഗിനിയമ്മയും ലുട്ടാപ്പിയുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. പാർക്കിനുള്ളിൽ തന്നെ ചെറിയൊരു കുളവും അവിടെ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കായലിലെ ബോട്ടിംഗ് പേടിയുള്ളവർക്ക് പിള്ളേരെയായിട്ട് സേഫായിട്ട് ബോട്ടിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അവിടെ ബോട്ടിംഗ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ മുമ്പേ കണ്ട ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻ കേട്ടോ. എവിടെ നിന്നാണ് കയറുന്നത്? ഇതാണ് ബാലരമ സ്റ്റേഷൻ. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വെള്ളത്തിന് പാട്ടിനനുസരിച്ച് വെള്ളം ഇങ്ങനെ കളർഫുള്ളായിട്ട് ലൈറ്റ്സിൻ്റെ ഇതിൽ വീഴുന്നതൊക്കെ കാണാൻ പിള്ളേർക്കൊരു അത്ഭുതമായിട്ടുള്ള കാഴ്ചയായിരിക്കും കേട്ടോ. അവരത് എൻജോയ് ചെയ്യുന്ന കാണാൻ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ആ പാർക്കിൻ്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നിടത്ത് കൊച്ചുമിടുക്കന്മാരും മെഡിക്കൽ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഒരു പേടി വരുന്നുണ്ട്. ഈ ചക്രത്തിൽ എങ്ങനെയാണ് ഇവർ ഇത്ര വേഗം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വീഴുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ആ കഴിവിനെ അഭിനന്ദിക്കാതെ പറ്റില്ല. അത്ര മനോഹരമായിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം നല്ലതാണെങ്കിലും വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കായൽക്കാറ്റൊക്കെ ആസ്വദിച്ച് ഇരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധ വേണം. കൊച്ചിയിലെ നമ്മുടെ സ്വന്തം കൊതുകുകൾ, സന്ധ്യ കഴിഞ്ഞാൽ കൊതുക് ശല്യം അല്പം കൂടുതൽ. അതുകൊണ്ട് കുട്ടികളുമായിട്ട് വരുമ്പോൾ തന്നെ അതും കൂടി കൊതുകിനുള്ളൊരു പരിഹാരവും കൂടി നോക്കി വേണം വരാൻ. രാത്രി 8 മണി വരെയാണ് പാർക്ക് സജീവമായിട്ടുള്ളത് കേട്ടോ. ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവധിക്ക് കുട്ടികളെയൊക്കെ കൂട്ടി സുഭാഷ് പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം അവരുടെ സന്തോഷമൊക്കെ